നമസ്തേ, കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് കലയരങ്ങിൻ്റെ ദിവസമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഇന്ന് പാചകം തന്നെയാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഏറ്റവും പരിചയമുള്ള ഒരു സദ്യക്കാണെങ്കിൽ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു ചെറിയ വിഭവം, എന്നാൽ അതോ അതിൻ്റെ രുചിയോ അത് വളരെ വലുതാണ്. പറയാതെ വയ്യ. ഓണക്കാലമൊക്കെ അടുത്ത് വരികയല്ലേ. നമ്മുടെ കുടുംബങ്ങളൊക്കെ അണുകുടുംബങ്ങളാണ്, ചെറിയ കുടുംബങ്ങളാണ്, ഒക്കെ ശരി തന്നെ. എന്നാലും നമുക്ക് നമ്മുടെ ഭർത്താവും മക്കളും മക്കളുടെ മക്കളും കൊച്ചുമക്കളും മരുമക്കളും എല്ലാവരും കൂടിയായിട്ട് ഓണത്തിന് നമ്മളൊന്ന് ആഘോഷിച്ചു എന്ന് വരും. ഓണമായിട്ട് ഒന്നും വീട്ടിലേക്ക് അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് വരുമോ, ചേട്ടൻ്റെ ചേച്ചിയുടെ അടുത്തേക്ക് വരുമോ, പെങ്ങളെയും മരുമകളെയും കാണാൻ വരുമോ ഒക്കെ ചെയ്യുന്നവരുണ്ട്. എങ്ങനെയായാലും നമുക്കൊരു കൂടിക്കാഴ്ച ഉറപ്പാണ് ഓണക്കാലത്ത്. ഈ ഓണക്കാലത്ത് നമ്മൾ ഓണസദ്യ ഉണ്ടാക്കും, എന്തായാലും ഉറപ്പാണല്ലോ. ഓണക്കോടി തരലും ഉണ്ടാവും. കുട്ടികളൊക്കെ നമുക്ക് കൊണ്ടുത്തരും, വയസ്സായവർക്ക്. നമ്മളൊക്കെ കൊച്ചു മക്കൾക്കും മേടിച്ചും കൊടുക്കും. പക്ഷേ ഓണസദ്യ ഉണ്ടാക്കും. ആ ഓണസദ്യക്ക് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു വിഭവമാണ്. പല വിഭവങ്ങളുണ്ടല്ലോ. 4 കൂട്ടം ഉപ്പിലിട്ടതുണ്ട്, 4 കൂട്ടം വറുത്തുപ്പേരിയുണ്ട്, കാളനുണ്ട്, ഓലനുണ്ട്, എരിശ്ശേരിയുണ്ട്, അവിയലുണ്ട്, പച്ചടി, കൂട്ടുകറി, ഇങ്ങനെ പല പല വിഭവങ്ങളും ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ടോ സാമ്പാർ എന്തായാലും ഉണ്ടാവുമല്ലോ. അത് രാവിലത്തെ പലഹാരത്തിന് ഉണ്ടാക്കണതായിട്ടാണെങ്കിൽ തന്നെയും സാമ്പാറും ഉണ്ടാവും. പിന്നെന്താ വെച്ചാൽ ഇത് പ്രഥമൻ, അതുറപ്പാണല്ലോ. എന്തെങ്കിലും ഒരു പ്രഥമൻ ഉണ്ടാക്കലേ. ഞാനിന്ന് നമുക്കിപ്പോൾ തുടങ്ങാം. ഓണക്കാവാറായി. നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ വിഭവങ്ങളെയും നമ്മൾ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലുണ്ട്. കുറച്ചായാലും നമ്മൾ ഉണ്ടാക്കണം. നമ്മുടെ കുടുംബത്തിലേക്ക് ആവശ്യമുള്ളത് പണ്ടൊക്കെ ഒരുപാടൊക്കെ നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാക്കാറുണ്ട്, പുറമേ പലർക്കും കൊടുക്കാറുണ്ട്. വളരെ താല്പര്യത്തോടെ അതൊക്കെ പലരും വന്ന് മേടിച്ചുകൊണ്ട് പോകണതൊക്കെ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ട്. അത്തം തൊട്ടങ്ങട് ഓരോരോ വിഭവങ്ങൾ ഓണസദ്യക്കുള്ളത് ഒരുക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ തന്നെ ചുറ്റുമുറമൊക്കെ അടിച്ച് പറിച്ച് പുല്ല് ചെത്തി വൃത്തിയാക്കൽ കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇത് കൂടാതെ വിഭവങ്ങൾ ഒരുക്കൽ, അങ്ങനെ കായ വറക്കൽ, ശർക്കര പുരട്ടി ഉണ്ടാക്കൽ, അങ്ങനെയൊക്കെയുള്ള ഓരോട്ടം കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ഉപ്പിലിട്ടതുകളുടെ ഒരു ലോകമാണ്. കറി നാരങ്ങ. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ എൻ്റെ ഭവനത്തിൽ 4 കൂട്ടം ഉപ്പിലിട്ടത് ഉണ്ടാക്കി വയ്ക്കും. വല്യമ്മമാരും അമ്മയൊക്കെ ഉണ്ടാക്കി വയ്ക്കും. അത് ഒന്ന് കറി നാരങ്ങ, വെള്ള നാരങ്ങ എന്നാണ് ഈ ഓണത്തിനുണ്ടാക്കുന്ന നാരങ്ങാക്കറിക്ക് പറയുക. അതിലൊന്നുമില്ല, കറി നാരങ്ങ അങ്ങോട്ട് കഴുകി കുരുകുരാ അങ്ങോട്ട് അരിയുക. അതിനകത്തേക്ക് ഇഞ്ചി ചുരണ്ടി കഴുകി പൊടിയായി അരിഞ്ഞിട്ട് ആ ഇഞ്ചിയും അരിഞ്ഞിടുക. നല്ല അസൽ വെളുത്ത കാന്താരി ഉണ്ടെങ്കിൽ വെളുത്ത കാന്താരി, അല്ലെങ്കിൽ മറ്റേ കാന്താരി ഉണ്ടെങ്കിൽ അത്. ഇല്ല, ഇതൊന്നുമല്ല, പച്ചമുളകാണോ ഉള്ളത്. നല്ലത് കൊല്ലമുളകിൻ്റെ തരി വീണുണ്ടാവണ പച്ചമുളക്, നീളം വലിയ മുളകുകൾ. ആ മുളകുണ്ടെങ്കിൽ മുളക് അരിഞ്ഞിടും. ഇത്രയേ ഉള്ളൂ വിഭവം. അതെന്തായാലും ഓണത്തിൻ്റെ ഒരു 5-6 ദിവസം മുമ്പ് ഉണ്ടാക്കി വയ്ക്കും. എന്നാലേ അതൊരു പാകമാവുള്ളൂ. ഉപ്പും മുളകും ഇഞ്ചി നാരങ്ങ എല്ലാം കൂടി അങ്ങോട്ട് യോജിച്ച് നല്ല സ്വാദാണ് കേട്ടോ. അതിൽ പ്രത്യേകിച്ച് വേറെ ഒന്നും കൂട്ടണ്ട. വെള്ള നാരങ്ങ എന്ന് പറയും. അത് കഴിഞ്ഞാൽ പിന്നെ ഉപ്പിലുണ്ടാക്കുന്ന കടുമാങ്ങ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. എൻ്റെ ഭവനത്തിൽ എങ്ങനെയാ വെച്ചാൽ മാങ്ങ കാലത്ത് കണ്ണിമാങ്ങ കടുമാങ്ങ ഇട്ട് വെച്ചാൽ കടിമാങ്ങ ഭരണി തുറക്കണത് ഓണത്തിലാണ്. അപ്പോൾ ഉപ്പിലിട്ടതിൽ 1 കടുമാങ്ങയുമാണ്. പിന്നെ ഇഞ്ചി തൈര് കൂടാണ്ട് പാടില്ല. ഇഞ്ചി തൈര് എന്ന് പറഞ്ഞാൽ എന്താ, 1000 കറി. ഞാൻ പറയുന്നുണ്ട് വരരുചിയുടെ കഥ. അപ്പം പറയാം ഇഞ്ചി തൈരിൻ്റെ ഒരു വില. പിന്നെ കൂടാണ്ട് വരണം, നിർബന്ധമായിട്ടുണ്ടാക്കണം ഉപ്പിലിട്ടതിൽ 1 പുളിയിഞ്ചി. നമ്മളൊക്കെ പറയുന്ന സഭ്യമായ ഭാഷ ആ കറിക്ക് പുളിയിഞ്ചി എന്ന് തന്നെയാണ്. ഈയിടെയായിട്ട് ഫാഷനായിട്ട് ഇവിടെ ചിലപ്പോൾ കുട്ടികൾ പറഞ്ഞേക്കാം ഇഞ്ചിക്കറി. എന്താ അത് ഇഞ്ചിക്കറി? പുളിയിഞ്ചിക്കാണ് ഈ ഇഞ്ചിക്കറി എന്ന് ഇവർ പറയണത്. ഇത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. നമ്മളൊന്നും ഞാൻ പുളിയിഞ്ചി ഉണ്ടാക്കണ പോലെയല്ല ഇപ്പോഴത്തെ കുട്ടികൾ പറയണ ഇഞ്ചിക്കറി. അത് ഉറപ്പാണ്. ഞാൻ പുളിയിഞ്ചി ഉണ്ടാക്കണ കഥയാണ് ഇന്ന് പറയുന്നത്. പുളിയിഞ്ചി ഉണ്ടാക്കുന്ന വിധം. അതിന് വേണ്ടതായ റെസിപ്പി കേട്ടോളൂ. ആദ്യം തന്നെ ചെറുനാരങ്ങയുടെ വലിപ്പമുള്ള 3 ഉരുളകൾ പുളി
വെള്ളത്തിൽ അങ്ങോട്ട് ഇടുക. ഒരു മണിക്കൂറെങ്കിലും അത് വെള്ളത്തിൽ കുടർന്ന് കിടക്കണം. ഞാൻ സാധാരണയായിട്ട് രാത്രി എല്ലാ ജോലിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ നിന്ന് പോകുമ്പോൾ നാളെ പുളിയിഞ്ചി ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇത്തിരി പുളി എടുത്ത് വെള്ളത്തിലാട്ടേക്കും, പാത്രത്തിൽ അടച്ചടയ്ക്കും. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അത് അസലായിട്ട് കുതിർന്നോളൂല്ലോ. ആയിക്കോട്ടെ. ഒരു വിഭവം ഇതിന് വേണ്ടത് പുളി. അത് നാടൻ പുളി ഉണക്കി നമ്മൾ കറുത്ത നിറത്തിൽ ഉരുട്ടി വീട്ടാവശ്യത്തിന് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവില്ലേ, ആ പുളിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് കൂടാണ്ട് അതിലേക്ക് പുളിയിഞ്ചിക്ക് ആവശ്യമായ ഉപ്പ് വേണം. പിന്നെ മുളക് പൊടി എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് അതിലേക്ക് വേണ്ട മുളക് പൊടി അച്ചാർ പൊടിയാണ്. അച്ചാർ പൊടിയിൽ മുളകും ഉണ്ട്, കുറച്ച് ഉപ്പും ഉണ്ട്, ഉലുവാപ്പൊടിയുണ്ട്, കായപ്പൊടിയുണ്ട്. എനിക്കിതൊന്നും പോരാ. ഉപ്പ് ഇത്തിരി കൂടി വേണ്ടി വരും, ഉലുവാപ്പൊടിയും വേണ്ടി വരും, കായംപൊടിയും വേണ്ടി വരും, മുളക് ചിലപ്പോൾ അത് മതിയാകും. അത് അച്ചാർ പൊടി വേണം. പിന്നൊന്ന് വേണ്ടത് നല്ലോണം വേണം പച്ചമുളക് കഴിയുമെങ്കിൽ എരിവ് കുറഞ്ഞ മുളകുകൾ നോക്കിയെടുക്കുക. കൂടുതൽ എരിവ് വരണ്ട. എന്നാൽ പച്ചമുളകിൻ്റെ സ്വാദ് വേണം തന്നെ, അതിൻ്റെ സാന്നിധ്യം ഉണ്ടാവണമല്ലോ. പൊടിയായിട്ട് പച്ചമുളക് കഴുകി വാരി തൊപ്പിയും കളഞ്ഞ് അത് അരിഞ്ഞ് വയ്ക്കുക. ഇഞ്ചി ചുരണ്ടി കഴുകി നെടുകെ കീറി പൊടിയായി അരിഞ്ഞ് വേറെ വയ്ക്കുക. ഒന്നും കൂടി കല്ലരുത്. കറിവേപ്പില, നല്ലോണത്തിരി കറിവേപ്പില വേണം. ആ കറിവേപ്പില വലിയതാണെങ്കിൽ ഒന്നും അരിയണതിന് വിരോധമില്ല. പക്ഷെ നല്ലത് കറിവേപ്പില അറിയാത്തത്. നമുക്കങ്ങനെ അറിയാതെ കണ്ടൊന്നും വേണ്ട, കറിവേപ്പില ഉണ്ടാവണം, വറുത്തിടേണ്ട ആവശ്യത്തിലേക്ക്. പിന്നെ കടുക്. കൊല്ലമുളക് സാധാരണയായിട്ട് തൊപ്പി കളഞ്ഞ് മുഴുവനോടെയാണ് വറുത്തിടാറ്. കായപ്പൊടി, ഉള്ളപ്പൊടി, വെള്ളം ഇതൊക്കെ വേണം. ഇനി ഉണ്ടാക്കാൻ പോവുകയാണേ ചീൻചട്ടി അടുപ്പത്തേക്കാണ് വയ്ക്കുക. എന്നാക്കിൻ്റെ അല്ലേ ഇതിൻ്റെ ചീൻചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുക. ആ ഉണ്ടാക്കിയിട്ട് പാത്രത്തിൽ നിന്ന് മാറ്റും. ചീൻചട്ടി അങ്ങ് അടുപ്പത്ത് വയ്ക്കുക. നല്ലോണം ഇത്തിരി വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കുക. അതിൽ മുങ്ങി നിവരാവുന്ന ഒരു 3 നല്ലോണം ആയിക്കോട്ടെ കടുക് 3-4 സ്പൂൺ, ചെറിയ സ്പൂണാണ് കേട്ടോ, കടുക് അങ്ങോട്ട് ഇടുക. കടുക് അസലായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് മുളക് ഇടുക. മുളക് ഇട്ട് കഴിഞ്ഞാൽ കറിവേപ്പിൻ്റെ ഇല ഇടുക. അത് കഴിഞ്ഞ് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ പിന്നെ ഇടേണ്ടത് ഇഞ്ചിയുടെ കഷ്ണങ്ങൾ. ഞാൻ ഇഞ്ചി വറുത്ത് തന്നെയാണ് എടുക്കാറ്. ചിലർ വേറെ തരത്തിലുണ്ടാകും. ഇഞ്ചി ചുരണ്ടിയിട്ട് വട്ടത്തിൽ ഉപ്പേരിക്ക് നുറുക്കണം പോലെ നുറുക്കി ഇഞ്ചി തന്നെ അരിഞ്ഞെടുത്തിട്ട് അത് മിക്സിയിലിട്ട് പൊട്ടിച്ച് ഇഞ്ചി, അതാണ് ഈ ഇഞ്ചിക്കറിയായിട്ട് വരുന്നത്. നമുക്ക് പുളിയിഞ്ചിയാണ്. അപ്പോൾ അതിൽ ഇഞ്ചിയുടെ അംശം ഒരുപാടുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ കേട്ടോ. എങ്കിലും വലിയ ഞാൻ പുളിയിഞ്ചി ആട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഇഞ്ചി അങ്ങോട്ട് വറുത്തത് ഒരുമാതിരിക്കൊക്കെ അങ്ങോട്ടായി വന്നു കഴിയുമ്പോഴേ മുളകിടാവും. നേരത്തെ മുളകിട്ടാൽ ഉണ്ടല്ലോ ഈ വറുത്തിട്ട മുളകിൻ്റെ പോലെയല്ല, പച്ചമുളക് ഒന്ന് വാടിത്തിരി കഴിയുമ്പോഴേക്കും ഒരു കുത്തൽ വരും, നമുക്ക് ചുമയൊക്കെ വരും. അതാണ് പച്ചമുളക് അങ്ങോട്ട് ഇടുക. പച്ചമുളക് കഴിഞ്ഞാൽ നമ്മൾ ഈ വെള്ളത്തിലിട്ട് വച്ചേക്കണ പുളി ഉണ്ടല്ലോ, അത് അസലായിട്ട് തിരുമ്മി പിഴിഞ്ഞ് അരിച്ചെടുക്കണം. അരിക്കാനായിട്ട് സാധാരണ നല്ല അരിപ്പ തന്നെ ഇടുക. അതിൻ്റെ ഈ കട്ടും കരടും കാര്യങ്ങളും തൊണ്ടും കുരുവും അതിൻ്റെ ഞരമ്പുകൾ അതൊന്നും ഇതിലേക്ക് വരാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് പുളിയിഞ്ചി അരിപ്പയിൽ അരിച്ച് വച്ചേക്കണം വെള്ളം. ആ വെള്ളം പുളിവെള്ളം നമുക്ക് മാറ്റി വയ്ക്കാം. ആ വറ ശരിയായി കഴിഞ്ഞാൽ അതിലേക്ക് ഈ വെള്ളം കൂടെ ഒഴിക്കുക. വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് അതിലേക്ക് പിന്നീട് അച്ചാർ പൊടി നേരത്തെ ഇട്ട അച്ചാർ പൊടി മുളകിൻ്റെ കുത്തൽ മുളക് കരിയും. അതുകൊണ്ട് ഞാൻ അച്ചാർ പൊടി ഈ വെള്ളം ഒഴിച്ചതിന് ശേഷം മാത്രമേ ഇടാവുള്ളൂ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും, അതും ഇപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ഇടും. ഉപ്പിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഇളക്കി ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുക. അസലായിട്ട് തിളയ്ക്കണം, തിളച്ച് വേവണം. ഈ പുളിക്കൊരു വേവുണ്ട്, അതാണ് പുളിയിഞ്ചിക്ക് സ്വാദ് തരണം. ഒരു വിഭാഗം ഒരു കാരണം അതാണ്, അതിന് സ്വാദ് വരണം. പുളിയുടെ വേവ് വേണം. ഈ പുളിയെല്ലാം കൂടെ വെന്ത് കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടു, ഉപ്പിട്ടു, അച്ചാർ പൊടി ഇട്ടു. ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ഉലുവാപ്പൊടിയും കുറച്ചുകൂടി കായപ്പൊടിയും അതിൽ ചേർക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് വറ്റിക്കൊണ്ടിരിക്കുകയാണ്. നല്ലതുപോലെ തിളച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ ഇനി ഞാൻ റെസിപ്പിയിലൊന്നും പറഞ്ഞിട്ടില്ല. ഇതൊരു മാനുഫാക്ചറിങ് സീക്രട്ടാണ്. കുറച്ച് ശർക്കര ഉണ്ടിടണം. പുളിയുടെ ശക്തി ഇങ്ങോട്ട് വരരുത്. പാകത്തിന് പുളി വരണം. അതിനൊരു ചെറിയ മധുരം ഉണ്ടാവുന്നത് സ്വാദാണ്.
അതുകൊണ്ട് കുറച്ച് ശർക്കരയും കൂടി ഇടുക. എന്നിട്ട് ഇതെല്ലാം കൂടി അങ്ങോട്ട് പാകമായി നമുക്ക് ഇലയിൽ വിളമ്പിയാൽ ഇങ്ങനെ പതുക്കനെ പരക്കാനേ പാടുള്ളൂ, ഓടിപ്പോവരുത്, ആ പാകത്തിനൊന്നും ആവരുത്. അത് വറ്റി 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 കുറുകി ഒന്നങ്ങോട്ട് വരുമ്പോൾ പതുക്കനെ വാങ്ങി പാത്രത്തിൽ നിന്ന് മാറ്റണം. ഹിൻഡാലിയത്തിൻ്റെ പാത്രത്തിൽ പുളിരസമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കും, പക്ഷേ അതിലങ്ങനെ വെച്ചോണ്ടിരിക്കണത് അത്ര നന്നല്ല. അപ്പോൾ വേറെ കവടി പാത്രത്തിലോ കുപ്പിപ്പാത്രമാണ് വേണ്ടത്. പക്ഷേ ഈ ചൂടെ നമുക്ക് കുപ്പിപ്പാത്രത്തിലേക്ക് ആക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഗ്ലാസ് പാത്രത്തിലേക്ക് ആക്കുന്നതിന് മുൻപേക്ക് ഇതിനെ ഇപ്പോൾ ഒരു ടൺ പാത്രമുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ കവടി പാത്രങ്ങളുണ്ട്. എനിക്ക് 2-3 ഇങ്ങനെ ബേസിൻ പോലത്തെ കവടി പാത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ കവടി പാത്രത്തിലേക്ക് ഞാനിതങ്ങനെ ഒഴിച്ച് വയ്ക്കും ചൂടാറുമ്പോൾ. എന്നിട്ട് ഗ്ലാസ് പാത്രത്തിലാണ് ഇത് സൂക്ഷിച്ച് വയ്ക്കുക. അടപ്പുള്ള നല്ല സ്ഫടിക കുപ്പി ആയാലും മതി, സ്ഫടികത്തിൻ്റെ നല്ല കുപ്പി അടപ്പിട്ട് വെച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. തണുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമ്മളൊന്ന് പതുക്കനെ ടേസ്റ്റ് ചെയ്ത് വെക്കുക. എന്താ ഉപ്പും മുളകും ഉലുവയും കായയും ഒക്കെ അങ്ങനെ ഞാനോ നെയ്യോ വെച്ച് നിൽക്കും. അപ്പം നല്ല സൂപ്പർ പുളിയിഞ്ചി ഞാൻ ഉണ്ടാക്കി. കുറച്ച് അതാവുമ്പൊക്കെ പെയിൻ്റുണ്ടാക്കണം. ഞാൻ കുറച്ച് ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. എന്തിനാ ഇരുന്ന് പഴകണേ, എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ, നമുക്ക് അപ്പം വേണമെന്ന് തോന്നിയാൽ ഉണ്ടാക്കാം. ഉപ്പിലിട്ടതിന് ഇടയ്ക്കൊരു പുളിയിഞ്ചി ഇവിടെ പ്രയോഗിക്കാറുണ്ട് ഞാൻ. പിന്നെ അല്ലെങ്കിൽ മാങ്ങാക്കറി. ഓണത്തിന് നമ്മൾ കുഞ്ഞു മാങ്ങാക്കറി അല്ല വേണ്ടത്, ഓണത്തിന് കടുമാങ്ങ വേണം. അപ്പോൾ ഓണത്തിൻ്റെ 4 കൂട്ടം ഉപ്പിലിട്ടത് നമുക്ക് ഉണ്ടാക്കണം കേട്ടോ. എന്തൊക്കെയാണ്? പുളിയിഞ്ചി 4 ദിവസം മുമ്പ് ഉണ്ടാക്കി വയ്ക്കാം, വെള്ളനാരങ്ങ 4 ദിവസം മുമ്പ് ഉണ്ടാക്കി വയ്ക്കാം, കടുമാങ്ങ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, ഇനി ഭരണി പൊട്ടിച്ചെടുക്കുക പോലും അതുവഴി. പിന്നെ പോയിട്ട് ഇഞ്ചി തൈര്. ഇഞ്ചി തൈര് അന്നേ ഉണ്ടാക്കാവൂ, അപ്പോഴേ ഉണ്ടാക്കാവൂ. ഇഞ്ചി തൈര് നല്ല പുതുമ അപ്പം, വളരെ എളുപ്പമല്ലേ. ഇഞ്ചിയുടെ അരിയാൻ ഒരു ഇഞ്ചി തൈരിൽ ചിലർ ഉപ്പിടില്ല എന്ന് പറയും, ചിലർ ഉപ്പിടുന്നു പറയും. ഉപ്പിടാത്തത് ശ്രാദ്ധത്തിന് ഉണ്ടാക്കണം ഇഞ്ചി തൈരിന് ഉപ്പ് വേണ്ടാത്തത്. അവിടെ എല്ലാ കൂട്ടവും ഇന്ദുപ്പല്ലേ ഉപയോഗിക്കുക. നമ്മൾ ഈ വിശേഷാൽ സദ്യക്കൊക്കെ ഉണ്ടാക്കണം ഇഞ്ചി തൈരിന് ഇത്തിരി ഉപ്പ് വേണം, ഇത്തിരി ഇഞ്ചി വേണം. പിന്നെ പച്ചമുളക് നിർബന്ധമല്ല, പക്ഷേ അതിന് നമ്മളൊരു മുളക് അങ്ങോട്ട് മുറിച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാനുണ്ടാക്കിയ പുളിയിഞ്ചി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം കാണിച്ചു തരാം കേട്ടോ. നല്ല സൂപ്പർ പുളിയിഞ്ചി. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ നേരമൊക്കെ കൂട്ടിയതാണ്, ഞാനൊരു പാത്രത്തിൽ എടുത്തു വെച്ചത്. ഇപ്പം നിങ്ങളെ കാണിച്ചു തരാൻ കൊണ്ടുവന്നേക്കാണേ, നോക്കിക്കോളൂ. ഇതാ സ്ഫടിക പാത്രത്തിൽ ഈ കാണുന്നത് പുളിയിഞ്ചിയാണ്. കാണാനില്ലേ? കാണാനില്ലേ? 2 കറിവേപ്പിൻ്റെ തണ്ട് ഇട്ടിട്ടുണ്ട് ഞാൻ, വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. അതെടുത്ത് മാറ്റിക്കളയും, വേറെ പാത്രത്തിലേക്ക് ആക്കി വയ്ക്കുമ്പോൾ. ഇതാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ പാചക വീഥിയിൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പുളിയിഞ്ചിയുമായിട്ട്. എല്ലാവരും ഈ വിധത്തിൽ ഒന്ന് പുളിയിഞ്ചി ഉണ്ടാക്കും. നമുക്ക് ഇഞ്ചി കറിയല്ല വേണ്ടത്, പുളിയിഞ്ചി. ഇഞ്ചിക്കറി ഉണ്ടാക്കാത്ത തെറ്റൊന്നും ഞാൻ പറയാനില്ല. ഇഞ്ചി കുറേ കൂടുതലാകും, വറുത്ത് പൊടിച്ച് ചേർക്കും, എന്നിട്ട് അതിൽ പുളിയുടെ അംശം കുറവ്. ഞാൻ കൂട്ടിയിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ ഇഞ്ചിക്കറി എന്ന് പറഞ്ഞിട്ട് വിളമ്പ് കളിച്ചില്ല. അതിൽ സംഭവം അതാണ്, ധാരാളം കഷ്ണങ്ങളാണ് ഇഞ്ചി അങ്ങോട്ട് പൊടിച്ച് ചേർത്തിട്ടുള്ളത്. കുറച്ച് എരിവും മുളകും പുളി ഉലുവയും കായവും സംഭവങ്ങൾ ഇതൊക്കെ തന്നെ. ഇത് കുറച്ച് ദിവസമൊക്കെ ഇരുന്നാൽ മതി, ഒരുപാട് ദിവസത്തേക്ക് നമ്മൾ ഉണ്ടാക്കണം. അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും ഈ പുളിയിഞ്ചി നിങ്ങൾ ഉണ്ടാക്കുമല്ലോ ഓണത്തിന്, എല്ലാവരും ഉണ്ടാക്കണം കേട്ടോ. നമ്മുടെ ഭവനങ്ങളിൽ നമുക്ക് ആണ്ടറുതി വിശേഷങ്ങൾ എന്തിനപ്പം നമ്മൾ കുറയ്ക്കണേ. നമുക്ക് 4 കൂട്ടം തന്നെ ആയിക്കോട്ടെ, ഉപ്പിലിട്ടത് വറുത്തുപ്പേരി 4 കൂട്ടം തന്നെ ആയിക്കോട്ടെ, പ്രഥമനും നമുക്ക് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ പുളിയിഞ്ചി എല്ലാവരും ഈ വിധത്തിലുണ്ടാക്കുക. നിങ്ങളിങ്ങനെയാണ് ഉണ്ടാക്കാറെന്ന് എനിക്ക് തോന്നുന്നു. നല്ല സ്വാദല്ലേ. തീർച്ചയായിട്ടും ഇതിൽ പുതുമയൊന്നുമില്ലെങ്കിലും ഇങ്ങനെ തന്നെ പുളിയിഞ്ചി ഉണ്ടാക്കുന്നവരുണ്ട് എന്നൊന്ന് അറിയിക്കാൻ വേണ്ടി കേട്ടോ ഞാൻ ഈ പാചകട്ടത്. ശരി, ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും
കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും